രാജിവെച്ചു പോ പുറത്ത്, രാജിവെച്ചു പോ പുറത്ത്. പാവനമായൊരു വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്ന മോനമീസി തെമ്മാടി, രാജിവേ. SFI പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയാണ് പ്രേക്ഷകർ കേൾക്കുന്നത്. കേരള സർവകലാശാലയ്ക്ക് പുറത്താണ് SFI പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. അകത്തും സമാനമായ പ്രതിഷേധം ഉയർന്നു. അതിന്റെ ദൃശ്യവും കൂടി നമുക്ക് കാണാം. നിങ്ങളറിഞ്ഞോ വിദ്യാർത്ഥികളെ, നിങ്ങളറിഞ്ഞോ നാട്ടാര്, പാവനമായൊരു വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നേ, അട്ടിമറിക്കാൻ നോക്കുന്നേ. ഇല്ല ഇല്ല പുറകോട്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള പ്രതിഷേധമാണ്. സർവകലാശാലകളെ സംബന്ധിച്ച് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു, സർക്കാരുമായി ആലോചിക്കാതെ VC-മാരെ നിയമിക്കുന്നു. എന്തിനേറെ പറയുന്നു, സർവകലാശാല വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവദിക്കാതിരിക്കുന്നു. അതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഒരു പ്രതിഷേധമുണ്ടാകും എന്ന സൂചന പോലീസിന് ഉണ്ടായിരുന്നുവെങ്കിലും SFI നേതാക്കളോ പ്രവർത്തകരോ ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്നില്ല എന്ന പൊതുവികാരമാണ് പൊതുവെ ഉണ്ടായത്. എന്നാൽ അതൊരു തന്ത്രമായിരുന്നു, SFIയുടെ കൃത്യം ആസൂത്രണം ചെയ്ത തന്ത്രം. ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക, അതും ഗവർണർ അകത്ത് പ്രവേശിച്ചതിന് ശേഷം മാത്രം. സെനറ്റ് ഹാളിൽ പ്രവേശിച്ചു ഗവർണർ. അപ്പോഴാണ് പ്രതിഷേധം ക്യാമ്പസിനകത്ത് നിന്ന് ഉയർന്നു വന്നത്. ഏതാനും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി സെനറ്റ് ഹാളിന് അടുത്തേക്ക് നീങ്ങി. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ SFI പ്രവർത്തകർ സെനറ്റ് ഹാളിന് മുന്നിലെത്തി. അവിടെ സെനറ്റ് ഹാളിന്റെ വാതിലും ജനലും അടച്ചു പോലീസ്. ഗവർണർ അകത്തായി. ചടങ്ങിൽ പങ്കെടുക്കുന്നവരും ഗവർണറും അകത്ത്. പുറത്ത് SFIയുടെ പ്രതിഷേധം, അത് ക്യാമ്പസിന് അകത്ത്. ക്യാമ്പസിന് പുറത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനവുമായി വന്ന് സർവകലാശാലയുടെ ക്യാമ്പസ് ഉപരോധിക്കുന്നു. 2 രൂപത്തിൽ. ഗവർണർ ഇതുവരെ കണ്ട SFIയുടെ പ്രതിഷേധത്തിന് അപ്പുറത്താണ് ഇന്ന് കേരള സർവകലാശാലയിൽ നടന്നത്. സാധാരണ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഗവർണറെയാണ് നാം കാണാറുള്ളത്. നാം അത് കൊല്ലത്ത് കണ്ടതാണ്, നാം അത് കോഴിക്കോടും കണ്ടതാണ്. കോഴിക്കോട് മിഠായി തെരുവിലൂടെ പ്രതിഷേധിച്ച് നടക്കുന്ന ഗവർണർ സർവകലാശാലയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, ആരുണ്ട് എന്നെ തടയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ മിഠായി തെരുവിലൂടെ നടന്നത്. അതേപോലെ തന്നെ കൊല്ലത്ത് കരിങ്കൊടി പ്രകടനം കാണിച്ചപ്പോൾ റോഡിലിരുന്ന് പ്രതിഷേധിച്ച ഗവർണറെയും നാം കണ്ടതാണ്. എന്നാൽ ഇന്ന് SFIയുടെ ആസൂത്രണം വളരെ മികച്ചതായിരുന്നു. ശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമാണ് SFIക്ക് ഉയർത്താൻ കഴിഞ്ഞത്. അതാണ് കേരള സർവകലാശാലയിൽ നാം ഇന്ന് കണ്ടത്. 2 തരത്തിൽ വളരെ ആസൂത്രിതമായി പോലീസിന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ SFI നടത്തിയ ഈ പ്രതിരോധത്തിൽ സത്യത്തിൽ പകച്ചുപോയി ഗവർണർ. അതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് ഗവർണർ സംസാരിച്ചത്. അതും കൂടി നമുക്ക് കേൾക്കാം. How do I know? I am addressing a meeting. Yes, sir, but that was you are not interested. So please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activities. What's the reason of protest? Do you know what the reason of protest? I should know you right എന്തിനായിരുന്നു സമരം? എന്തിനു വേണ്ടിയിട്ടാണ് SFI സമരരംഗത്ത് ഇറങ്ങിയത്? സമരത്തിന് നേതൃത്വം കൊടുത്ത SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ തന്നെ അത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. അതും കൂടി നമുക്ക് കേൾക്കാം. കാലിക്കറ്റ് സർവകലാശാലയിൽ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും SFI വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാണുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയൻ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തെരഞ്ഞെടുപ്പ്
കഴിയുകയും വിദ്യാർത്ഥികള് തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി SFIയുടെ യൂണിയനെ, പെൺകുട്ടികളെ നയിക്കുന്ന വിദ്യാർത്ഥി യൂണിയനെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവദിക്കാത്ത സമീപനാണ് കഴിഞ്ഞ 4 മാസമായി കേരള സർവകലാശാലയുടെ VC ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രവർത്തനങ്ങളെ, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികളെ തകർക്കാനുള്ള സമീപനാണ് VCയും ഗവർണറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഇപ്പൊ VCമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തില് കണ്ണൂർ സർവകലാശാലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വലിയ സമരത്തിൽ SFI നീങ്ങിയതിനു ശേഷമാണ് തയ്യാറായിട്ടുള്ളത്. ഇത്തരത്തില് തെരഞ്ഞെടുത്ത യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാനോ ഫണ്ട് കൊടുക്കാനോ അവർക്ക് പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് ഫാസിസ്റ്റ് കേന്ദ്രമായി, വർഗീയതയുടെ വേദിയായിട്ട് നമ്മുടെ സർവകലാശാലകളെ മാറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് SFI മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഗവർണറും VCയും ഉൾപ്പെടെയുള്ളവർ അകത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് SFI മുന്നോട്ടേക്ക് വന്നത്. ഇത് സർവകലാശാലയുടെ അകത്തെത്തിയിട്ട് അവിടെ ഒരു സൂചനാ സമരമായി നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ സമീപനാണ് തുടരുന്നതെങ്കിൽ ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെ സത്യപ്രതിജ്ഞ വൈകിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധവുമായിട്ട് സർവകലാശാലയുടെ അകത്തളത്തിലേക്ക് എത്താൻ SFI തയ്യാറാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. VC രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതായത് വിദ്യാർത്ഥികള് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട UUCമാര് സർവകലാശാലയുടെ ജനാധിപത്യ വേദിയിലേക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഒരു പാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള ഒരു ജനാധിപത്യ വേദിയെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാദ്യമല്ല. കേരള സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പില് ABP ആയതുകൊണ്ട് അകത്തേക്ക് അവരെ നോമിനേറ്റ് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതില് തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കലിന് അവർ തയ്യാറാവുന്നുണ്ട്. ഈ പ്രതിഷേധം ഇവിടെയും അവസാനിക്കുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചത് എന്നാണ് അനുശ്രീ പറഞ്ഞത്. അത് SFIയുടെ തീരുമാനമാണ്, അത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ തീരുമാനവും കൂടിയാണ്.